Lisa. This being a very special evening, Reverend Father Legit Thomas, Associate Vicar of the Mark Gregorius Orthodox Maha Edabaka, has come in our midst as an esteemed guest. As the officiating secretary of the OBBS beyond the region of Kerala, ministry among children is very close to Achin's heart. May I invite Leju Achin to give us the message of the day. Glory be to the one triune God, respected Sir Matthew Achin, Honorary Trustee, Secretary, Sunday School Headmaster, teachers and my beloved children. I am standing here with a happy and cheerful moment. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ബലഹീന എനിക്ക് ഉണ്ടാകുന്നത്. ക്രിസ്മസ് സന്ദേശം എന്ത് നൽകണമെന്ന് ആലോചിക്കുമ്പോൾ sometimes I feel that the Christmas season has become mere a celebration. And as a priest, I believe that more than celebration, a Christian life should be more practical. That is what Jesus taught us. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയും. ശരിക്കും ഹൂ ഈസ് എ ക്രിസ്ത്യൻ? വലിയൊരു ചോദ്യമാണ്. നമ്മളതിരുന്ന് ചിന്തിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. യേശുദമ്പുരാൻ ജനിച്ചത് എവിടാണ്? Where was Jesus born? Bethlehem, right? Do you know the meaning of the word Bethlehem? Anyone can you just tell the meaning of Bethlehem? കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക അല്ലേ? അതെ, Beth, that means house, and Laham, that means bread, the house of bread. House of breadil നിന്ന് ആര് ജനിച്ചു? ബ്രെഡ് ഓഫ് ലൈഫ് ജനിച്ചു, ജീവന്റെ അപ്പം ജനിച്ചു. സാധാരണ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഒക്കെ പെർഫോമൻസ് കണ്ടു, വളരെ സന്തോഷമാണ്. എന്നാൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും അതിലുപരിയായിട്ട് പേരൻസിനും ഈ വരുന്ന ജനറേഷൻ വളരെ ചലഞ്ചിങ് ആണ്. It's not so easy to live as a good Christians. Dr. Sarvepalli Radhakrishnan, you might know, the Indian president, he said a quotation, Christians are ordinary people who make extraordinary claims. Christians are always ordinary people. അന്ന് കർത്താവ് തെരഞ്ഞെടുത്തത് അന്നത്തെ വലിയ വേദപണ്ഡിതന്മാരെയൊന്നും അല്ല ശിഷ്യന്മാരായിട്ടല്ലേ. ആരെ തെരഞ്ഞെടുത്തത്? ഫിഷർമെൻസിനെ, ആർക്കും വേണ്ടാത്ത ആൾക്കാരെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഗോഡ് ക്വാളിഫൈസ് ദ അൺക്വാളിഫൈഡ്. നമ്മൾ ഈ ലോകത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവരും കാണും. അവിടെയൊക്കെ നമുക്ക് സങ്കടമുണ്ടായേക്കാം. എന്നാൽ ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ there is a big need of transformation, a personal transformation. If we do not have the personal transformation, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it will be just a mere celebration. ഞാൻ ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപാകെ വെക്കുകയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വേദഭാഗമാണ്. St. Paul to the letter to Philippians chapter 2 verse 5. അവിടെ പറയുകയാണ്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. May you have the mind of Christ Jesus. ശരിക്കും ക്രിസ്മസ് അതാണ്. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞു there should be a transformation.
ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ, this program will be wind up by 9:30. We will have a good delicious dinner as per I know. We'll go back home and the same repetition is going to happen next year also if we are alive. അതല്ല നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിക്കട്ടെ. May you have the mind of Jesus Christ. That is the message of Christmas. അതിന് 3 steps ആണ്. അത് ക്രിസ്തു തന്നെ കാണിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്, യേശു തമ്പുരാൻ എന്തോ ചെയ്തു? മുകളിൽ നിന്ന് തന്നെ ഗൈഡ് ചെയ്യുമായിരുന്നു? അല്ല. He came down. That is the first step we have to do. We have to come down from our comfort zones. അല്ലേ? Christmas is the time to come down from our comfort zones. ഇന്ന് നമ്മളെ തന്നെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ പൊക്കത്തിലായിരിക്കുന്നത്, അല്ലേ? ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും വേണ്ട സുഖസൗകര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. എന്നാൽ വളരെ സങ്കടമായിട്ട് ഇറ്റ് ഇസ് എ ഫാക്ട് ദാറ്റ് മെനി ഓഫ് അവർ ചിൽഡ്രൻ ആർ ലോസ്റ്റ്. അല്ലെ? എത്രയല്ല സൺഡേ സ്കൂളിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, സൺഡേ സ്കൂൾ വളരെ മിടുക്കരായിട്ട് പഠിച്ചിട്ട് പോലും വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, താഴേക്ക് ഇറങ്ങി വരണം. ക്രിസ്തു തമ്പുരാൻ താഴേക്ക് ഇറങ്ങി വന്നു. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് എന്തുവാ? ആരെങ്കിലും ഇവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ട്? അടിയുണ്ടായാലും ഈ വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? What is making us not to back up from a fight? ഞാൻ പറഞ്ഞ് വിജയിക്കും, എന്റെ ഭാഗമാണ് ശരി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്ത വരുന്നത്? നിങ്ങൾക്കറിയാം, അതിന്റെ ഉത്തരം പറയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട്? ഈഗോ ഉണ്ട്, അല്ല? എല്ലാവർക്കും ഈഗോ ഉണ്ട്. അവരവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുമ്പം നമ്മൾ റിയാക്ട് ചെയ്യും. ഈ ഈഗോ എങ്ങനെയാ ഉണ്ടാകുന്നത് ഒരാളുടെ ഉള്ളില്? കുഞ്ഞുങ്ങൾക്ക് പോലും ഈഗോ ഉണ്ട്. എങ്ങനെ ഈഗോ ഉണ്ടാകുന്നത്? ഞാൻ ഈ താഴേക്ക് ഇറങ്ങി വരുന്നതിന്റെ പ്രക്രിയ പറയുന്നത്. ഈഗോ ഉണ്ടാകുന്നത് എങ്ങനെയാ? ഞാൻ അതിനൊരു ചെറിയ അക്രോണിം കൊടുത്തിട്ടുണ്ട്. E for edging, edge, മൂല. G for God and O for out. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈശ്വര സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ എന്തോ ഉണ്ടാകുന്നു? ഞാനാണ് വലിയ ആള്, ഞാൻ ഇല്ലെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ല, അല്ലേ? ദൈവം നമ്മുടെ ഉള്ളിൽ ഇല്ലാതാകുമ്പോൾ എന്തോ ജനിക്കും? ഈഗോ ജനിക്കും. So first thing we have to remove from our life is that we are nothing, അല്ലേ? ക്രിസ്തു കാണിച്ച ഒന്നാമത്തെ കാര്യം അതാണ്. എന്തുവാ? ഹ്യൂമിലിറ്റിയാണ്, താഴ്മ. താഴ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭാവമായിട്ട് അവിടെ കുത്തിയിരിക്കും എന്നുള്ള അർത്ഥമല്ല. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി, ഒരു അവസ്ഥ, താഴ്മ എന്ന് പറയുന്നത്. സ്വയം താഴ്ത്തി. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ 2-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അതിനെ കെനോറ്റിക് പാസേജ് എന്നാ പറയുന്നത്. അവൻ സ്വയമേ താഴ്ത്തി, കുരിശിന്റെ മരണത്തോളം താഴ്ത്തി എന്നാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ഹേർട്ട് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് അവരെന്തോ ഇമോഷണൽ ആകും. നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം ഇമോഷണൽ, വളരെ ഇമോഷണലാണ്. ചെറിയ കാര്യം പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മുടെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും വലിയ ചലഞ്ച് അതാണ്. അവരെ കുറച്ചുകൂടെ കറേജിയസ് ആക്കി വളർത്തുക, കുറച്ചുകൂടെ ബോൾഡായിട്ട് ദൈവാശ്രയത്തിൽ വളർത്തിയെടുക്കുക. അതാണ് ഒന്നാമത്തെ നമ്മുടെ ആവശ്യം. ഇന്ന് നമ്മളിതെല്ലാം പാട്ടൊക്കെ ഇവിടെ പാടി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, എന്ത് തോന്നും? എന്റെയാണ് നല്ല മധുരമേറിയ ശബ്ദം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ പാട്ടുകാരൊന്നും പറയാൻ പറ്റത്തില്ല, അവരുടെ ഈഗോ ഹേർട്ടാവും. പാട്ടുകാർ ഒരിക്കലും സമ്മതിക്കത്തില്ല. നമ്മളെ പാട്ടുകാരനെ കറക്റ്റ് ചെയ്താൽ അത് പറയുമ്പോൾ അച്ഛനാണ് ഞങ്ങളെ കറക്റ്റ് ചെയ്യാൻ, ഞാൻ വലിയ പാട്ടുകാരനാണ്. അവരുടെ ഈഗോ ഹേർട്ടാവും. എല്ലാവരും ഭംഗിയായിട്ട് പാടി. പക്ഷെ നമ്മൾ പാടുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി. For the glory of God, whatever we are doing in our life, even if you are doing a small thing, everything should go to the glory of God. നമ്മൾ പാട്ടുകാരായിരിക്കാം, നമ്മൾ പ്രസംഗം പറയുന്നവരായിരിക്കാം, നമ്മൾ വലിയ മിടുക്കരായിരിക്കാം, ലൗകികപരമായിട്ട് മിടുക്കരായിരിക്കാം, പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും everything should be for the glory of God. That is what to come down. മോളിൽ നിൽക്കാതെ താഴേക്ക് ഇറങ്ങി വരണം. മോളിൽ ഇരുന്ന ഒന്നും കംഫർട്ട് സോണിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. അതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയം, ടൈം, ഇറ്റ് ഈസ് എ ടൈം ടു സെൽഫ് എംപ്റ്റി ourselves. സ്വയം ശൂന്യവൽക്കരിക്കുക. അതാണ് രണ്ടാമത്തെ ആശയം. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. യേശു തമ്പുരാനെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത് ആരാണ്? ആരാ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത്? എന്താ വേദപുസ്തകത്തിൽ പറയുന്നത്? ദ സ്റ്റോറി ഓഫ് മജായി, 3 kings അല്ലേ? അവര് 3 ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു. അവര് നയിച്ചത് എന്തുവാണ്? സ്റ്റാറാണ്. അവര് പറയുകയാണ്, ഞങ്ങൾ രാജാക്കന്മാരാണ്, ഞങ്ങൾക്ക് ഈ സ്റ്റാർ അവർക്ക് എന്തുവായി മാറി? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എന്തുവാ? ഗൂഗിൾ മാപ്സ്. അന്ന് അവരുടെ നാവിഗേഷൻ എന്തുവായിരുന്നു? സ്റ്റാർ. ഞങ്ങൾ രാജാക്കന്മാരാണ്, ഞങ്ങൾക്ക് ഇതിന്റെ വഴിയെല്ലാം ഞാൻ കൃത്യമായിട്ട് അറിയാം, ഇതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. അഹങ്കാരം, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ജനിക്കുമ്പോൾ നമുക്ക് സ്വയമേ തന്നെ എംപ്റ്റി ചെയ്യാൻ പറ്റുകയില്ല. ഇവർ ആ സ്റ്റാറിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്തോ പറ്റി? തിരിച്ചു വന്ന വഴിക്ക് എന്തോ പറ്റി? ഇവരുടെ ജീവൻ ആപത്തുണ്ടാവും അറിഞ്ഞപ്പോൾ എന്തോ പറ്റി? ഇവരെ വഴി തിരിച്ചു വിട്ടു അല്ലേ? ദൈവവിളി പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കേൾക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. ഈ പ്രോഗ്രാംസും ഒക്കെ നടക്കും. ഞാൻ പലപ്പോഴും പല ക്ലാസ് എടുക്കുമ്പോഴും പറയും, പ്രോഗ്രാംസും OBSും സെഷൻസും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും. The most important thing is the implementation of Christian in practical life. അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ അധ്യാപകർ എന്ന നിലയില്, പുരോഹിതർ എന്ന നിലയില്, മാതാപിതാക്കൾ എന്ന നിലയില് തോറ്റുപോവുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കേണ്ടത് സ്വയം ശൂന്യവൽക്കരിക്കുക. അഹങ്കാരമെല്ലാം മാറ്റി ഞാനൊന്നുമല്ല. അതുകൊണ്ട് സംഗീതക്കാരൻ പറയുന്നുണ്ട്, എന്തുവാ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. Blessed is the man who trusts in him. അല്ലെ? ഞാനൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളോട് പറയുകയാണ്, ആ ഹോട്ടലിലെ ഭക്ഷണം വളരെ രുചിയേറിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുമോ? ഇല്ല. You have to go and personally experience that. അതുകൊണ്ട് നമ്മുടെ യഹോവയായ ദൈവത്തിന്റെ കാര്യത്തിൽ അതാണ്. യഹോവ നല്ലവൻ എന്ന ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? You have to taste and see that the Lord is good. That is a personal experience. അത് രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളായാലും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. അത് നിർബന്ധമാണ്. മൂന്നാമത്തെ കാര്യം, യേശു തമ്പുരാൻ ചെയ്ത മൂന്നാമത്തെ കാര്യമാണ് താതാത്മ്യപ്പെടുക. അല്ലെ? താൻ ദൈവമാണെന്ന് മുറുകെ പിടിക്കാതെ എന്തുമായി തീർന്നു? മനുഷ്യരോട് ഒന്നായി തീർന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമാണ് അല്ലെ? നമുക്ക് ചില ഇഷ്ടപ്പെട്ടവർ കാണും, ചിലരെ നമ്മൾ അകറ്റി നിർത്തും അല്ലെ? പണത്തിന്റെ പേരിലായാലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തും. It is a time to identify oneself with our fellow beings. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ആയിരിക്കുന്ന സൊസൈറ്റൽ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുത്തുവാനും എല്ലാവരോടും ഒന്നായി ഏകീഭവിക്കുവാൻ, ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ പലപ്പോഴും പറയും, നമ്മളെല്ലാവരും അടുത്തടുത്തായിരിക്കുന്നത്, ചേർന്നായിരിക്കുന്നത് അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സെല്ലാം പലപ്പോഴും, മനസ്സിന് ചേർച്ചയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കുണ്ട്? അകലത്തില്ല. നമ്മൾ ശാരീരികമായിട്ട് എല്ലാവരും അടുത്തായിരിക്കുന്നത്, നമ്മുടെ മനസ്സ് പലപ്പോഴും മനസ്സ് ചേർന്ന് പോകത്തില്ല. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യാനി നിലയിൽ തോറ്റു പോകുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, we have to identify ourselves with our fellow beings.
എല്ലാവരോടും ഒന്നിച്ചു പോകുവാൻ നമുക്കിടയാക്കണം. ഈ ക്രിസ്മസ് നൽകുന്ന മറ്റൊരു കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, ജോയ്. അല്ലെ, ജോയ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് എത്ര പേർക്ക് ശരിക്കുമുള്ള സമാധാനമുണ്ട്? ആരാധനയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലേ? പുരോഹിതൻ പറയുമ്പോൾ എത്ര പേര് ആ സമാധാനം കൊണ്ട് വീട്ടിൽ പോകുന്നത്? പള്ളിയുടെ പടി ഇറങ്ങിയാൽ അസമാധാനം തുടങ്ങും. നമുക്ക് പറയീസ. ജോയ് എന്ന വാക്കിന്റെ മൂന്നായി ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളായാലും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട 3 കാര്യങ്ങളാണ്. ജെ, that is for Jesus. The first priority should be for Jesus. വേറെ ആർക്കും അല്ല, സ്വന്തം അപ്പനമ്മയ്ക്ക് കൊടുക്കില്ല. The first priority should be for Jesus. Second is O, that is for others. മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മളിപ്പോ നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടത്തിലെല്ലാം സെൽഫിഷ് ആയിട്ട് ലോകമാണ്. സ്വന്തം കാര്യം ജിന്ദാബാദ്. എന്നാൽ O എന്ന് പറയുന്ന അതേഴ്സ്, മറ്റുള്ളവരെ കരുതുവാനാണ് യേശു തമ്പുരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും അവസാനം Y ആണ്, ദാറ്റ് ഈസ് യുവർ സെൽഫ്. മനസ്സിലായോ? ഇന്ന് പലപ്പോഴും തിരിച്ചാണ്. ആദ്യം എന്റെ കാര്യം, എനിക്ക് എവിടെ ഷോ ചെയ്യാൻ പറ്റും, എനിക്ക് എവിടെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും, അവിടെയാണ് നമ്മൾ പോകത്തുള്ളൂ. അല്ലേ? നമുക്ക് നമ്മുടെ പേര് പ്രശസ്തി മതി. അങ്ങനല്ല. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ശരിക്കുമുള്ള ജോയ്, ഇഫ് യു വാണ്ട് ദ ട്രൂ ജോയ്, give the first priority for Jesus, second for others, and third for the last and the mere one, for yourself. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചെറിയ ബാലൻ, അവന്റെ ഭവനത്തിൽ അവന്റെ മാതാവ് മാത്രമേ ഉള്ളൂ. അമ്മ വയ്യാതെ കിടക്കുകയാണ്. അവൻ ഒരു ചെറിയ ഫ്രൂട്ട് സെല്ലറാണ്. ഈ വയ്യാതെ കിടക്കുന്ന മാതാവിന് ഇവൻ വിൽക്കുന്ന ഈ ഫ്രൂട്ട്സ് കൊണ്ടാണ് ഭവനത്തിൽ, ആ തുകയും കൊണ്ടാണ് വൈകിട്ട് അമ്മയ്ക്ക് കഞ്ഞി മേടിച്ചു കൊടുക്കുന്നത്. ഒരു ദിവസം ഈ കുഞ്ഞു ബാലൻ, കുഞ്ഞുങ്ങൾ കേൾക്കാണ് ഈ പറയുന്നത്, ഈ കുഞ്ഞു ബാലൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തലയിൽ ഈ ബാസ്കറ്റും വെച്ച് നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു ട്രെയിൻ വരികയും ഇവിടെ വളരെയധികം ബിസിയായി, ആ പ്ലാറ്റ്ഫോം മുഴുവൻ ബിസിയായി. ഈ കുഞ്ഞിനെ തെള്ളി മറിച്ചിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവന്റെ ബാസ്കറ്റിലെ ഫ്രൂട്ട്സ് എല്ലാം താഴെ പോയി. ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒഴുകി പോവുകയാണ്. ഒഴുകി പോകുമ്പോൾ ഇവന്റെ മുഖഭാവം മാറുകയാണ്. ഇവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ പൊടിയുകയാണ്. എന്തുകൊണ്ടാണ്? ഇത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വേണം വൈകിട്ട് അമ്മയ്ക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ. ഇങ്ങനെ കണ്ണുനീർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അവന്റെ കൺമുമ്പിൽ കൈവിട്ടു പോവുകയാണ്. ട്രെയിൻ പോയി, അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞു. മറുഭാഗത്ത് ഇവൻ ശ്രദ്ധിക്കുന്നു, ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്ത് ഈ ഒഴുകിപ്പോയ ഫ്രൂട്ട്സ് എല്ലാം അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ പറക്കിയിടുകയാണ്. എന്നിട്ട് ഈ വൃദ്ധനായ മനുഷ്യൻ ഈ കുഞ്ഞു ബാലന്റെ അടുത്ത് വരികയാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ ബാലന്റെ അടുത്ത് വന്ന് എന്നെ നിൽക്കുമ്പോൾ അവന്റെ മുഖത്തെ ഭാവം വീണ്ടും മാറുന്നു. എന്തായിരിക്കും ഭാവം? പുഞ്ചിരി വിടർന്നു. നഷ്ടപ്പെട്ടതുമെല്ലാം തിരിച്ചു കിട്ടിയുള്ള സന്തോഷം. ഈ വൃദ്ധനായ മനുഷ്യൻ കൊട്ട എങ്ങനെ വീണു പോയോ, പൂർവ്വസ്ഥിതിയിലേക്ക് ആ എല്ലാ കൊട്ട വെച്ചു കൊടുത്ത് അദ്ദേഹം കളക്ട് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം കൂടി വെച്ച് തലയിൽ വെച്ചു കൊടുത്തു. ഇവന് സന്തോഷമായി. ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ വൃദ്ധനായ മനുഷ്യനോട്. അതാണ് നമുക്ക് ഈ ക്രിസ്മസിന്റെ സന്ദേശം. അവൻ ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാണോ? ആർ യു ക്രൈസ്റ്റ്? നീ ക്രിസ്തുവാണോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ ക്രിസ്തുവാണോ എന്ന്? നമ്മളങ്ങനെ പറഞ്ഞ് ചെയ്താലല്ലേ ചോദിക്കത്തുള്ളല്ലേ? നമ്മൾ ചെയ്യുന്നുണ്ട്, ജനറലൈസ് ചെയ്യുമല്ല. നമ്മൾ ക്രിസ്തുവായി മാറേണ്ടതെന്നാണ് ക്രിസ്മസിന്റെ സന്ദേശം. കാരണം യേശുദാൻ പറയുന്നുണ്ട്, be perfect as your heavenly father is perfect. That means that is possible for us also. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഒന്ന് താഴേക്ക് ഇറങ്ങി വരണം. You have to come down from your ego, from your pride, from your jealousy. You have to come down. Be humble, come down. The second one is, എന്തുവാണ് ഞാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? എന്തുവാ? മറന്നുപോയി.
എന്താ രണ്ടാമത് പറഞ്ഞോ? സ്വയം ശൂന്യവൽക്കരിക്കുക, ഈഗോ ഒക്കെ കളഞ്ഞ് ഹമ്പിളായിട്ട് ദൈവത്തോടുള്ള അനുസരണമുള്ളവരായി തീരുവാൻ, സെൽഫ് എംപ്റ്റി ചെയ്യുക. ഞാനൊന്നുമല്ല, എന്നെ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവകൃപയാ. മൂന്നാമത്തെ കാര്യം എന്തുവാണ്? മനുഷ്യരോട് താതാത്മ്യപ്പെടുക, എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു കൊണ്ടുപോവുക. പാവപ്പെട്ടവനെ കാണും. നമുക്ക് രണ്ട് വാക്കറിയാം ഇംഗ്ലീഷിൽ, സിമ്പതി ആൻഡ് എംപതി. പലപ്പോഴും ഒരു വൃദ്ധനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമുക്ക് സാധാരണ തോന്നുന്നത് എന്തുവാണ്? സിമ്പതിയാണ്. ദാറ്റ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ഫ്രം എ ക്രിസ്ത്യൻ. വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഈസ് എംപതി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകില്ലെന്ന് പറയുകയില്ല. സങ്കടങ്ങൾ വരുമ്പോൾ ചേർത്ത് പിടിക്കുവാൻ യേശു കാണും. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ കാലഘട്ടം നമ്മളോടൊരു ചോദ്യം ചോദിക്കണം. നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നീ ക്രിസ്തുവാണോ എന്ന് നമുക്ക് ആ ചോദ്യം ഫേസ് ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. പ്രത്യേകമായിട്ടും ഇങ്ങനെ അവസരം തന്നെ ബഹുമാനപ്പെട്ട സാം മാത്യു അച്ഛനോടും എല്ലാ ചുമതലക്കാരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.